ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് ഫോണുകളുടെ ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയില്ല, നമ്മളിപ്പോൾ റെഗുലറായിട്ട് കാണുന്നവർക്കൊക്കെ അറിയേണ്ടായിരിക്കും. നമ്മൾ ഇത്ര കാലം മുമ്പ് വരെ നമ്മൾ ആക്ച്വലി ഐഫോൺ യൂസറാണ്. ഞാൻ പ്രൈമറി ആയിട്ട് ഐഫോണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഐഫോൺ 18 നമ്മുടെ iOS 18 സീരീസ് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ സാംസങ് പ്രൈമറി ഡിവൈസിലേക്ക് മാറ്റുന്നത്. ഇത് ആക്ച്വലി എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് നമ്മുടെ എന്താ പറയുക 2 year വാറണ്ടിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് സാംസങ് കെയർ പ്ലസ് പ്ലാൻ ത്രൂ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇപ്പോൾ എൻ്റെ തന്നെ ഉണ്ട് നോർമൽ ഒരു S23 ഔട്ട് ഓഫ് വാറണ്ടി ആയിട്ട്. ഞാൻ എപ്പോഴാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരിക എന്ന് പറയാൻ പറ്റില്ലാണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് നമ്മുടെ S23 സീരീസുകൾക്ക് വൈഡ്ലി, പ്രത്യേകിച്ച് ഇന്ത്യ ത്രൂ വൈഡ്ലി ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ ലൈൻ വരുന്നുണ്ട്, പിങ്ക് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സാംസങ് എന്ന ബ്രാൻഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് സാംസങ് ലൂട്ട് എന്താണോ അതോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണോ എന്ന് വെച്ചാൽ നമുക്കറിയായിരിക്കും, ഇന്ത്യയിൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ഒന്നും ഭയങ്കര ഷോകാണ്. അത് മാത്രമല്ല, ഷോകെന്ന് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് അവെയറും അല്ല. അതിനെതിരെ അല്ലെങ്കിൽ അതിൽ കേസ് കൊടുക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന സർവേയിലൊക്കെ 2% സർവേ നമ്മുടെ കൺസ്യൂമർ കോർട്ടിൽ ഫയലാവുന്ന കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധനത്തിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബ്രാൻഡുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ, ഇപ്പോൾ എല്ലാ ബ്രാൻഡുകൾക്കും ഇപ്പോൾ ഇത്ര കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. OnePlus ഉണ്ടായിരുന്നു. OnePlus ഒക്കെ പക്ഷേ നല്ല സർവീസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ആയിട്ടൊരു ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ റെക്കമെൻഡ് സാധനം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ OnePlus 13 സീരീസ് എടുക്കായിരിക്കും. 13 R എടുത്താലും കുഴപ്പമില്ല, 13 എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ S23 സീരീസ് പ്രത്യേകിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നല്ല ഓഫർ കാരണം ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പണിയും കിട്ടുന്നുണ്ട്. പക്ഷേ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് എടുക്കാട്ടാ. നമ്മൾ അതിനൊരു വീഡിയോ കിട്ടുന്നുണ്ട്, കാണാത്ത പോയി കണ്ടു നോക്കാം എങ്ങനെയാണ് നമുക്കിത് ഫ്രീ റീപ്ലേസ്മെന്റ് എടുക്കാം. പക്ഷേ അതൊരു ഹെക്ടിക് പരിപാടിയാണ്. അത് മാത്രമല്ല, നമുക്കതും ഒരു സർവീസ് ചാർജും പോകുന്നുണ്ട്. ഒരു 600 രൂപ 590 രൂപയൊക്കെ ആയിട്ട് നമുക്ക് സർവീസ് ചാർജും കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു തെറ്റുകൊണ്ട് വരാത്ത ഒരു ഇഷ്യൂവിന് നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ടൈം പോകുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അവിടെ സറണ്ടർ ചെയ്തിട്ട് 2-3 ദിവസം മിനിമം 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതും ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സാംസങ് പറഞ്ഞ പേര് ആൻഡ് ഇംപ്രഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കായിരിക്കും സാംസങ്ങൊക്കെ നല്ല മാർക്കറ്റുള്ള ഇന്ത്യയിൽ ആരോ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇപ്പം ഈ സാംസങ്ങിൻ്റെ ഫാൻസുകാരെ ഒന്ന് ഇനി എന്താ പറയുക കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ നിൽക്കണ്ട. ഞാൻ ആക്ച്വലി സാംസങ് ഫാൻ ഒന്നും ഞാൻ പറയാനില്ല. എന്ന് വെച്ചാൽ എൻ്റെ ബ്രാൻഡ് കമ്പനി ഒന്നുമല്ല ഞാൻ ഫാനാവാൻ. അപ്പോൾ എൻ്റെ ഞാൻ ഐഫോൺ ഫാനാണെന്നും പറയണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ രണ്ടും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ പ്രൈമറി ഫോണും സെക്കൻഡറി ഫോണാണ്. ഞങ്ങൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ iOS 18 ഇറങ്ങിയപ്പോൾ നല്ല കൂടുതൽ അപ്ഡേറ്റും ബഗ്ഗും കാരണം ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫാനൊന്നായിട്ടില്ല പറയാം, നമ്മളൊരു കസ്റ്റമർ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഫാൻ ബോയ്സ് ബോധമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അത് കാരണം തന്നെ കമ്പനിക്ക് കുറേ എന്താ പറയുക പ്ലസ് പോയിന്റ് കിട്ടുന്നുണ്ട്. അത് മാത്രം അപ്പം അത് അല്ലാണ്ട് തന്നെ സാധാരണ ആൾക്കാർ പോലും ഇതിൻ്റെ പിന്നാലെ പോവില്ല. ഒരു കൺസ്യൂമർ കോർട്ടിൽ ഫയലും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ ഇതിന് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സർവീസ് ചാർജ്, അപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ആരോ വന്നിട്ടുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഡിസ്പ്ലേക്ക് തന്നെ നമ്മുടെ S23 സീരീസുകൾക്ക് ഡിസ്പ്ലേക്ക് തന്നെ എനിക്ക് തോന്നുന്നത് മാറ്റണമെങ്കിൽ, അതായത് നമ്മുടെ ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിൽ 9000 രൂപീസ് സംതിങ് ആണ് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. S23 അൾട്ര ആണെങ്കിൽ 24,000 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് കുറേ പേര് മാറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ വാറണ്ടി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ കമ്പനിക്ക് ഇഷ്ടം പോലെ ലാഭം കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ഡയറക്റ്റ്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി അവരുടെ കസ്റ്റമർ കെയറിൽ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവരെ വിളിച്ച് ആക്ച്വലി സാംസങ്ങിനെ വിളിച്ച് റിപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതിന് ശേഷം അവർ പറയും കൊണ്ട് കൊടുത്തിട്ട് ജോബ് കാർഡ് നമ്പർ തരാനൊക്കെ പറയും. അങ്ങനെ ത്രൂ ആകുമ്പോൾ ഇവർ ഫ്രീ ആയിട്ട് സർവീസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 590 രൂപ 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര ലെങ്തി പ്രൊസീജിയറാണ്. നമ്മുടെ ഇപ്പോൾ പ്രൈമറി ഫോൾഡർ ഓർഡറൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. നമ്മുടെ പ്രൈവസി ഫോണിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതും ഇഷ്യൂസാണ്, അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അതും ഇതുപോലെ പ്രത്യേകിച്ച് S20 സീരീസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് കിട്ടേണ്ട ഒരു ഇംപ്രഷനോ എക്സ്പീരിയൻസോ അല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് സാംസങ്ങിന് എതിരായിട്ടുണ്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ മാർക്കറ്റൊക്കെ മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ S25 തന്നെ വലിയ കാര്യമായിട്ട് ഹിറ്റൊന്നും ആയിട്ടില്ല. S26 ഇറങ്ങുമ്പോൾ ആൾക്കാർ എടുക്കാനും പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാരുടെ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ ഫയലിംഗ് കാര്യങ്ങളൊക്കെ നടന്നാൽ തന്നെയാണ് ബ്രാൻഡ് ഇതുപോലെ നമുക്ക് എന്താ പറയുക അതിന് ഒരു നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഫിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെയാണ് അവസ്ഥ. ഇത് സാംസങ് മാത്രമൊന്നല്ല കേട്ടോ, ഐഫോൺ അതിൽ തന്നെയാണ് അവസ്ഥ. ഞാൻ എൻ്റെ എന്താ പറയുക 13 സീരീസ് എൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ ഇഷ്യൂ വന്നിട്ടാണ് ഞാൻ അത് മാറ്റിയത്. എനിക്ക് പക്ഷേ അതിന് ഒരു ക്യാഷ് തന്നു, ഞാൻ അത് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെയും സർവീസ് തന്നെ തല്ലിപ്പൊളിയാണ്. പണ്ടത്തെ പോലെ ഐഫോണിൻ്റെ സർവീസൊക്കെ കിടിലൊന്നുമല്ല ഇപ്പോൾ, നല്ല കൂറ സർവീസാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എക്സെപ്റ്റ് നിങ്ങൾ മുംബൈയിലോ ഡൽഹിയിലൊക്കെ ആണെന്ന് വെച്ചാൽ അവിടെ അവരുടെ ഓതറൈസ് സർവീസ് സെൻ്റർ ഉണ്ട്, അവരുടെ ബ്രാൻഡിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. ഇവിടെയൊക്കെ ഏജൻസികളാണ്, ഇപ്പോൾ ഇമാജിൻ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. എല്ലാം കണക്ക് തന്നെയാണ്, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രത്യേകിച്ച് ഐഫോണും സാംസങ്ങും ഈ രണ്ട് മെയിനാണുള്ള മെയിൻ ഇവിടുത്തെ വലിയ എന്താ പറയുക ബിഗ് പ്ലെയേഴ്സ്. അവരും നല്ല രണ്ടും കൂതറയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പിന്നെയും ഭേദം നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ബ്രാൻഡുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സർവീസ് എക്സ്പീരിയൻസ് അവർ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ OnePlus ആയാലും ഇപ്പോൾ അവരുടെ ഡിവൈസുകളൊക്കെ അവർ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്രീൻ ലൈൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ തന്നെ അതിനൊരു ഫ്രീ റീപ്ലേസ്മെൻറ്റ് ലൈഫ് ടൈം ഫ്രീ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിവോ ആയാലും ഇപ്പോൾ നിങ്ങൾ അറിയാം, ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളായിട്ട് വേറെ ബ്രാൻഡുകളൊന്നും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടില്ല. സാംസങ് മാത്രമാണ് വരുന്നത്, അതും S23 സീരീസുകൾക്ക്. അപ്പോൾ ആ ഒരു മോഡലിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കുന്നതാണ് നമുക്ക് വിചാരിക്കേണ്ടത്. വെച്ചാൽ അവർ ഇത്രയും വലിയൊരു പ്രത്യേകിച്ച് അവരുടെ AMOLED ടെക്നോളജി ഒക്കെ അവരുടെ പാറ്റന്റ് ഉള്ളത് LGക്കും സാംസങ്ങിനും ഒക്കെ. എന്നിട്ട് അവർക്കൊരു ഇഷ്യൂ ഇത്രയും കാലമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ എല്ലാ ചോട്ടായി സ്മോൾ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ പിന്നെ പോട്ടെ നോക്കിയായിരുന്നു, പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിനെതിരെ നമ്മൾ ഒരു എന്താ പറയുക കറക്റ്റ് വേയിൽ ലീഗലി മൂവ് ചെയ്ത് തന്നെ ഇത് നിർത്തണം. ഞാൻ അത് ഓൾറെഡി മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ആക്ച്വലി ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേര് സാംസങ്ങിന് എതിരായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഫോൺ പിന്നെ S20 ഞാൻ ഓൾറെഡി പറഞ്ഞു S23 സീരീസ് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഒരു കൊല്ലം ഉപയോഗിച്ചിട്ട് ഫോൺ കംപ്ലൈൻ്റ് ആവുന്നതാണ് കുഴപ്പം. ഇപ്പോൾ ഫോൺ ചിലപ്പോൾ കുറേ പേര് 1 ഇയറൊക്കെ ഫോൺ വാറണ്ടി കഴിയുമ്പോൾ മാറ്റാറുണ്ട്. പക്ഷേ ഈ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വാല്യൂ കിട്ടില്ല തീരെ. 10,000, 20,000 അവർക്ക് എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ കിട്ടേണ്ട ഒരു ഫോണാണ്. അത് ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതി പോലും കിട്ടില്ല. പകുതിയല്ല, ചിലപ്പോൾ ഒരു 50% 20%, 30% പോലും കിട്ടില്ല ഡിസ്പ്ലേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവിടെയാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി സാംസങ്ങിന് ഒന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു എന്താ പറയുക സാംസങ്ങിനൊക്കെ ടാഗ് ചെയ്തിട്ട് ഇതൊരു അല്ലെങ്കിൽ ഒരു നടപടിയാവില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ലീഗലി മൂവ് ചെയ്യണം. ഇപ്പോൾ കുറേ പേര് ഞാനിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഇതേപോലെ സാംസങ്ങിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഫ്രീ ആയിട്ട് മാറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഇടയിൽ കുറേ പേരുണ്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാർ. അവർ ചിലപ്പോൾ കാശും കൊടുത്ത് മാറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരപ്പോൾ തന്നെ ഫോൺ മാറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ കമ്പനിക്ക് അവിടെ ലാഭം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മൾ എന്താ പറയുക നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ബെസ്റ്റ് പരിപാടിയാണല്ലോ. ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലോ കുറേ പേർക്ക് അവയർനെസ് ഇല്ല, അത് വേറെ കാര്യം. ഉള്ളവർ തന്നെ ഉണ്ടായാലും അവരെ പിന്നാലെ പോകാൻ ആൾക്കാർക്ക് മടിയാണ്, കുറച്ച് ഷോക്കാണ് ഇവിടെ, അത് വേറെ കാര്യം. നമ്മൾ കുറേ ചിലപ്പോൾ 2-3 മാസങ്ങളൊക്കെ പിന്നെ നടക്കേണ്ടി വരും. പക്ഷേ 2% ആൾക്കാർ ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലോ ഫയൽ ചെയ്യുന്ന കേസ്. അത് ഫോണുകൾ മാത്രമല്ല, എല്ലാം കൂടിയിട്ടാണ് പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഫോണിന് വരുന്നുണ്ടാവുന്നു. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S50 ഇറങ്ങിയാലും ഇത് തന്നെയാവും അവസ്ഥ. ഒരു ഇപ്പോൾ നിങ്ങൾ S20 അൾട്രാ സീരീസുകളുടെ ഫോണൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് ആവുന്ന നമ്മൾ പണ്ട് ചൈനീസ് കുതിര സാധനം എന്നൊക്കെ പറയാറില്ലേ, കുന്നംകുളം മേട് സാധനങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ആവാന്നൊക്കെ ഒരു കൊല്ലം നിന്നാ ഭാഗ്യെന്നൊക്കെ അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പം ഇത് എല്ലാവരും കൂടിയിട്ട് വിചാരിച്ചാൽ തന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ബ്രാൻഡുകൾ മാത്രമൊന്നുമല്ല, എല്ലാ പൊളിറ്റീഷ്യൻസുകാരും എല്ലാവരും വലിയ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കമൻറ്റ് സെക്ഷൻ ഞാൻ ഓപ്പണാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്താൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം.